മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാന പ്രചാരണ വിഷയം. ആദ്യം മുഖ്യമന്ത്രിയും പോറ്റിയും തമ്മിലുള്ള ഫോട്ടോയുടെ കാര്യം പറയട്ടെ, എന്നിട്ട് നോക്കാം സോണിയാഗാന്ധിയുടെ കാര്യമെന്ന വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. അതിനു മുമ്പ് പിണറായി വിജയനായിട്ടുള്ള ഫോട്ടോ ഒന്ന് നോക്ക്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഏറ്റവും അടുത്ത് ഈ കട്ടവരെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ആദ്യം അത് അന്വേഷിക്കട്ടെ. ആദ്യം എന്നിട്ട് നമുക്ക് സോണിയാഗാന്ധിയുടെ കാര്യം അന്വേഷിക്കാം. കേട്ടാ. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായ. ഷാബാസ്, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സ്വർണ്ണക്കൊള്ള വിഷയം അത് സജീവമായി നിലനിർത്തും എന്നതിന്റെ സൂചനയല്ലേ? തീർച്ചയായും സ്മൃതി, കോൺഗ്രസും UDF-ഉം സ്വർണ്ണക്കൊള്ള വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സജീവമാക്കുകയാണ് എന്നതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ വരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ ആ പാട്ട്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പാരഡി പാട്ട് ഈ പരിപാടിയിലടക്കം ഏറ്റുപാടുകയുണ്ടായി. പിന്നീട് ഇന്നും ഈ സ്വർണ്ണക്കൊള്ള വിഷയം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയിൽ ഇന്നലെ രാഹുൽ ഗാന്ധി പാട്ടുപാടിയതിന് പിന്നാലെ CPM ഹാൻഡിലുകൾ അടക്കം ഈ സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് അതിനെതിരെ രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയുമായുള്ള ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് ഈ സൈബർ ഹാൻഡിലുകൾ, CPM ഹാൻഡിലുകൾ ആദ്യം പിണറായിയുമായുള്ള ഫോട്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കട്ടെ എന്നാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മറുപടി നൽകുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് സോണിയാഗാന്ധിയെ കൂടുതൽ അതിൽ മറുപടി പറയേണ്ടത്. അപ്പോൾ സോണിയാഗാന്ധിയുമായുള്ള ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്നതിന് മുൻപ് CPIM-ഉം ഇടതുപക്ഷ ഹാൻഡിലുകളും ആദ്യം പിണറായിയുമായുള്ള ഫോട്ടോ നോക്കണം, അല്ലെങ്കിൽ അതിൽ മറുപടി പറയണമെന്ന് തന്നെയാണ് വി.ഡി. സതീശൻ പറയുന്നത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച ഏറ്റവും അടുത്ത സമയങ്ങളിലും സ്വർണ്ണക്കൊള്ള തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിന്റെ സൂചനയായി നൽകുന്നത് വരും ദിവസങ്ങളിലും സ്വർണ്ണക്കൊള്ള വിഷയം വളരെ സജീവമായി തന്നെ നിലനിർത്താൻ തന്നെയാണ് ഇപ്പോൾ UDF-ന്റേതടക്കം തീരുമാനമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രചാരണ പരിപാടികളെല്ലാം സ്വർണ്ണക്കൊള്ള ഉന്നയിക്കുകയും ഒപ്പം ഈ പാട്ടടക്കം പാടിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്. പിന്നാലെ മുഖ്യമന്ത്രിയെ അടക്കം കടന്നാക്രമിച്ചുകൊണ്ട് വി.ഡി. സതീശൻ അടക്കം രംഗത്തെത്തുന്നു. CPM-ന്റെ പ്രതിരോധത്തിന് മുഖ്യമന്ത്രിയുമായുള്ള ഫോട്ടോ വെച്ച് തിരിച്ച് മറുപടി നൽകിക്കൊണ്ട് സ്വർണ്ണക്കൊള്ള വിഷയം സജീവമായി ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നത്. സ്മൃതി, ശരി, ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.